വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ കൺമണി. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദാ എൻ്റെ കണ്ണ് കണ്ടില്ലേ? ഇത് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ണിൽ ലെൻസ് വെച്ചിട്ട് കരഞ്ഞുകൊണ്ട് 2-3 വീഡിയോ എടുത്തായിരുന്നു. ആ ഒരു സമയത്ത് അത് പ്രശ്നമില്ലായിരുന്നെങ്കിലും ലെൻസ് എടുത്ത് മാറ്റി കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് ഭയങ്കരമായിട്ട് ചുമന്ന് ഇപ്പം എനിക്ക് കറക്റ്റായിട്ടൊന്നും കാണാൻ പോലും പറ്റുന്നില്ല. കണ്ണിലൊരുമാതിരി മൂടാപ്പ് പോലെ ഇരിക്കുക. മാത്രമല്ല നല്ല വേദനയുണ്ട്. പക്ഷേ ആ ഒരു വീഡിയോ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ നല്ല റീച്ച് പോയിക്കൊണ്ടിരിക്കുക. 5 മില്യൺ എന്തോ വ്യൂസായി ആ ഒരു വീഡിയോ. ഞാൻ കഷ്ടപ്പെട്ടതിൻ്റെ ബലം എന്തായാലും എനിക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ മിട്ടു ദാ ഇവിടെ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ വരും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാനായിട്ട് പറ്റത്തുള്ളൂ. എനിക്ക് എൻ്റെ ഈ ഒരു വീഡിയോ എടുക്കുമ്പം അതിലെൻ്റെ കണ്ണ് കണ്ടിട്ട് എനിക്ക് തന്നെ എന്തോ പോലെ ആവുന്നു. കാരണം ഭയങ്കരമായിട്ട് ചുമന്ന് കിടക്കുക, കണ്ണൊരുമാതിരി ചെറുതായതുപോലെ. അങ്ങനെ ഞാൻ ഉറക്കം എണീച്ച് വീടിൻ്റെ വെളിയിലേക്ക് വന്ന് എപ്പോഴും ഫസ്റ്റ് ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ മിട്ടുവിന് വെളിയിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് അച്ഛൻ ഉണ്ടാക്കിയ ഹോളാണത്. ആ ഒരു ഹോളിൻ്റെ താഴെ തന്നെ ഇതുപോലൊരു ഹോളോ ബ്രിക്സിൻ്റെ കട്ടയും കൂടെ വെച്ചിട്ടുണ്ട്. അത് രാവിലെ ആ കട്ട എടുത്ത് അങ്ങ് വെക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ അങ്ങനെ വെച്ചേക്കുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടെ ഒരുപാട് പൂച്ചകളുണ്ടെന്ന്. ഈ പൂച്ചകളെല്ലാം അതുവഴി കയറി വന്നിട്ടാണ് മിട്ടുവിൻ്റെ ഫുഡൊക്കെ കഴിക്കുന്നത്. അല്ലാതെ പുറത്തൊക്കെ ഞാൻ ആ പൂച്ചയ്ക്കൊക്കെ ഫുഡ് വെച്ച് കൊടുക്കും, എന്നാലും കട്ട് തിന്നും. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞ ആ കട്ട എടുത്തിട്ട് അതങ്ങ് അടയ്ക്കണമെന്ന്. അപ്പോൾ രാവിലെ എണീച്ച് ഞാൻ അതാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ രാവിലത്തേക്ക് ഉണ്ടാക്കിയത് ഉപ്പുമാവായിരുന്നു കേട്ടോ. അച്ഛൻ പഴം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അച്ഛനും ഉണ്ട് ഇന്ന് വീട്ടിൽ, അതുകൊണ്ട് ഞാനിന്ന് നേരത്തെ എണീച്ചത്. അപ്പം ഞാൻ രാവിലത്തേക്ക് കഴിക്കാനായിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കി, ചായ ഉണ്ടാക്കി. പിന്നെ അതാ ഫസ്റ്റ് ഞങ്ങൾക്ക് കഴിക്കാൻ ഉണ്ടാക്കുന്നതിന് മുമ്പ് മിട്ടുവിന് കഴിക്കാനുള്ളത് ഞാൻ ശരിയാക്കി കൊടുക്കും. മിട്ടുവിന് മറ്റേ മീനാണെങ്കിൽ വെള്ളവും ഉപ്പും മഞ്ഞളും ഇട്ട് പുഴുങ്ങിയിട്ട് അങ്ങനെ ചോറിൻ്റെ കൂടെ ഇളക്കിയാണ് കൊടുക്കുന്നത്. മിട്ടുവിന് കൊടുത്തിട്ടേ ഞാൻ പോലും കഴിക്കത്തുള്ളൂ. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ വഴിയിൽ ഒരു മുല്ല നിൽപ്പുണ്ടായിരുന്നു. അതാണെങ്കിൽ 2 തട്ടിൻ്റെ മുല്ല, നല്ല ഭംഗിയാണ് കാണാൻ. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞ്, അച്ഛാ അതൊന്ന് എടുത്ത് ഇങ്ങോട്ട് മാറ്റി നട്, നമുക്കത് നല്ല രീതിക്ക് നോക്കി വലുതാക്കി എടുക്കാമെന്ന്. അങ്ങനെ അച്ഛൻ ചെടിച്ചട്ടിക്കകത്ത് എനിക്ക് മുല്ല പറിച്ച് നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എന്നും ഞാൻ എണ്ണിച്ച് മുല്ലയ്ക്ക് വെള്ളം ഒഴിക്കും. പിന്നെ എൻ്റെ തൊട്ടപ്പുറത്ത് മറ്റേ അലോവേര ഉണ്ട്. അത് പക്ഷേ ഒരുമാതിരി വെയിൽ കൊണ്ടിട്ട് പഴുത്തിരിക്കുന്ന പോലെ ഇരിക്കുന്നു. ഇപ്പോഴത്തെ ചൂട് അങ്ങനെയാണല്ലോ. പിന്നെ ഞാൻ ഇപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തത് മറ്റേ വേപ്പില, അതിൻ്റെ തൈക്കാണ് കേട്ടോ. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് ഞാൻ അവിടെ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കിനും നന്ദുവിൻ്റെ അടുത്തേക്കൊന്ന് പോയി. അവിടെ ആണെങ്കിൽ ജൂലി പ്രസവിച്ച് കിടക്കുക കേട്ടോ. 5 കുഞ്ഞുങ്ങളുണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കുഞ്ഞുങ്ങളിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഉറപ്പായിട്ടും ഞാൻ കുഞ്ഞുങ്ങളെ തരാം. എന്തായാലും അവൾ കൊടുക്കാനായിട്ടിരിക്കുക കുഞ്ഞുങ്ങളെ. എല്ലാം കൂടെ നോക്കാനുള്ള ഒരു ഇതില്ല. കാരണം നമ്മളെപ്പോഴും വീട്ടിലുണ്ടായാലേ അതിന് ഫുഡൊക്കെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവൾ പറഞ്ഞ് എല്ലാത്തിനെയും കൊടുക്കാനാണെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. കണ്ണ് വിരിഞ്ഞ് കഴിഞ്ഞ് തരാം. പിന്നെ ഉച്ചയ്ക്ക് ചോറൊക്കെ ഉണ്ടാക്കി. ചോറ് അച്ഛൻ എന്താ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കഴിക്കാൻ. അച്ഛന് ചോറ് കൊടുത്തിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. വേറൊന്നുമല്ല, ഞാൻ മീഷോയിൽ നിന്നൊരു സാരി എടുത്തായിരുന്നു. മെയ് 6-ാം തീയതി എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ അതിന് അമ്പലത്തിൽ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് എടുത്ത സാരിയുടെ ബ്ലൗസ് തയ്പ്പിക്കാൻ കൊടുക്കണം. അതിന് ലൈനിങ് വാങ്ങണം. അതിന് വേണ്ടിയിട്ട് പഴകുളത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ തിരിച്ച് വന്ന് ഞാൻ ബ്ലൗസൊക്കെ തയ്ക്കാൻ കൊടുത്ത് വീട്ടിൽ വന്നിട്ട് ചായ ഇട്ട്, പിന്നെ ഞാൻ വരുന്ന വഴിക്ക് ബിസ്ക്കറ്റ് വാങ്ങിയിട്ട് വന്നായിരുന്നു മിട്ടുവിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചായ ഇട്ടിട്ട് അതിൽ ബിസ്ക്കറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് തണുത്തിട്ട് വേണം മിട്ടുവിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ മിട്ടു ഇപ്പോൾ ബിസ്ക്കറ്റ് ഒന്നും വലുതായിട്ട് തിന്നുന്നില്ല. ഈ മിട്ടു ഒരു വക തിന്നത്തില്ല. എനിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം. ചില പൂച്ചകളാണെങ്കിൽ എന്ത് കൊടുത്താലും തിന്നും. ഈ മിട്ടു ചിക്കൻ തിന്നത്തില്ല, ബീഫ് തിന്നത്തില്ല. മീൻ മാത്രം കുറേ പുഴുങ്ങി കൊടുത്തു കഴിഞ്ഞാൽ അത് മാത്രം തിന്നും. പിന്നെ ഞാൻ റോഡിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കിനും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മുന്തിരി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഉപ്പുവെള്ളത്തിലിട്ടേക്കുവാണ്. പിന്നെ ആപ്പി ഫിസ്, എൻ്റെ ജ്യൂസ് ഐറ്റംസിൽ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് ആപ്പി ഫിസ്. ഞാൻ 20 രൂപയുടെ ബോട്ടിലാണ് ചോദിച്ചത്. പക്ഷേ അവിടെ 20 രൂപയുടെ ബോട്ടിൽ ഇല്ലാത്ത കാരണം 10 രൂപയുടെ ചെറിയ ബോട്ടിൽ വാങ്ങിക്കൊണ്ട് ഞാനിഞ്ഞ് വന്ന്. പിന്നെ അവിടുന്ന് തന്നെ മാങ്ങ വാങ്ങിച്ചായിരുന്നു. പഴുത്ത മാങ്ങ ഇരിക്കുന്ന കണ്ടപ്പം എനിക്ക് ഈ പഴുത്ത മാങ്ങ, പിന്നെന്താ ഈ മുന്തിരി, ഇങ്ങനെയുള്ള സാധനങ്ങളോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എനിക്ക് ഈ കറുമുറയൊക്കെ തിന്നുന്നതിനേക്കാളും ഇഷ്ടം ഇങ്ങനെയുള്ള സാധനങ്ങൾ തിന്നാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ പുറത്ത് പോയപ്പോൾ അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അത് കഴിഞ്ഞിട്ട് കുറേ നേരം കിടന്ന് ഉറങ്ങി കേട്ടോ.
ഉറങ്ങി എണ്ണിച്ചപ്പോൾ ഉണ്ട് ഭയങ്കര ഇരുട്ട്. ഞാൻ താമസിച്ച് പോയി വൈകിട്ട് ഉറക്കത്തിൽ നിന്ന് എണ്ണിക്കാൻ വേണ്ടിയിട്ട്. നല്ല മഴക്കോളം ഉണ്ടായിരുന്നു. അവിടെയൊക്കെ നന്നായിട്ട് കാറ്റടിക്കുന്നുണ്ടോ, ചെറുതായിട്ട് മഴയും ചാറി. അതുകൊണ്ട് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. ഭയങ്കര ചൂടല്ലേ, ചൂട് സമയത്ത് എത്രയൊക്കെ ഫാൻ ഉണ്ടെന്ന് പറഞ്ഞാലും ഫാനിൻ്റെ അകത്തുനിന്ന് വരുന്ന കാറ്റ് വരെ ഭയങ്കര ചൂടുള്ള കാറ്റ്. അതുകൊണ്ട് ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. പക്ഷേ ഇന്നെന്തോ മഴ പെയ്തത് കാരണം നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. അങ്ങോട്ട് നോക്ക്, നല്ല കോളാണ്. മഴക്കോൾ മാത്രമല്ല, കൊല്ലിയാൻ ചെറുതായിട്ട് മിന്നുന്നുണ്ട്, ഇടിയും വെട്ടുന്നുണ്ട്. പക്ഷേ നല്ല കാറ്റുണ്ട് കേട്ടോ. കാറ്റുള്ളത് കൊണ്ട് തന്നെ വെളിയിൽ ഇറങ്ങി നിൽക്കാൻ നല്ല സുഖമുണ്ട്. കാരണം ഇത്രയും നാളായിട്ട് ഭയങ്കര ചൂടല്ലായിരുന്നു, ഉച്ചയ്ക്കൊന്ന് കിടന്നുറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇന്ന് ചെറുതായിട്ട് മഴയും പെയ്ത് നല്ലതായിട്ട് കാറ്റുള്ളത് കൊണ്ട് കുറച്ച് നേരം സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റി. ഞാനൊന്നും അറിഞ്ഞില്ല കേട്ടോ, കയറി കിടന്നത് മാത്രമേ അറിഞ്ഞുള്ളൂ. ബോധം കെട്ട് കിടന്നുറങ്ങി. പിന്നെ വെളിയിൽ ഇറങ്ങി വന്നിട്ട് എൻ്റെ മുല്ലയൊക്കെ ഒന്ന് നോക്കി. കാറ്റായതുകൊണ്ട് മുല്ലയിലെ ഇലയൊക്കെ കുറേ പൊഴിഞ്ഞു കേട്ടോ. അതിനിയും വാടി പൊഴിഞ്ഞ് പിന്നെയും കിളുത്ത് വരുമല്ലോ. പക്ഷെ എന്നാലും നമ്മൾ ഇഷ്ടപ്പെട്ട് വളർത്തുന്നത് ഇങ്ങനെ പൊഴിഞ്ഞു പോകുന്ന കാണുമ്പം ഒരു ചെറിയ സങ്കടമുണ്ട്. അങ്ങനെ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എൻ്റെ കണ്ണിലെ ആ ഒരു ചുമപ്പൊക്കെ നന്നായിട്ട് മാറിയല്ലേ. രാവിലെ എണീച്ചപ്പോൾ കണ്ടില്ലായിരുന്നോ, നല്ല ചുമപ്പായിരുന്നു. അത് നന്നായിട്ട് മാറി. ഞാൻ കുറച്ച് തണുത്ത വെള്ളമൊക്കെ ഇട്ട് ഇടയ്ക്കിടയ്ക്ക് കഴുകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ബൈ.